ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ റെയ്ഡ് ചെയ്യുവാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിജിലൻസ് അന്വേഷണത്തിൽ FIR ഇടാതെ പ്രാഥമിക അന്വേഷണം നടത്തുവാൻ കോടതിയുടെ അനുമതി വാങ്ങിക്കണം. ആ കോടതിയുടെ അനുമതി വാങ്ങിക്കണമെങ്കിൽ FIR ഇട്ട കേസിലേ ചെയ്യാവുള്ളൂ. ശ്രീ മുരളീധരൻ പറഞ്ഞത് ശരി തന്നെയാണ്. അപ്പം ഇതിൽ ഒരു വിജിലൻസ് റെയ്ഡ് അല്ല നടത്തിയിരിക്കുന്നത്, വീട് റെയ്ഡ് ചെയ്യുകയോ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുകയോ, മറിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തുക എത്രയാണ്. ഇപ്പം ബി മുരളീധരനോ ഉണ്ണിത്താനോ ശ്രീ ജേക്കബ് ജോർജിനോ ഇതിൻ്റെ തുക എത്രയാണെന്നോ അല്ലെങ്കിൽ വേണുവിനോ പറയാൻ പറ്റുമോ? അവർ പോയി പറയണ്ട. ഈ ഒരു ധനകാര്യ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിന് ഭൂമിയുടെ തുക എത്രയാണെന്ന് കൃത്യമായി അറിയേണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫ്ലാറ്റിൻ്റെ തുക അറിയാൻ മേലെന്ന് കണക്ക് കൊടുത്താൽ പിന്നെ അത് അന്വേഷിക്കണ്ടേ? ഈ അദ്ദേഹം ഹരിചന്ദ്രനാണെങ്കിൽ എന്തിന് ഭയപ്പെടണം? പിന്നെ നിങ്ങൾ മാനിയയുടെ കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞത് KM എബ്രഹാം IAS അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചെന്ന് ഈ ഉത്തരവിട്ട അന്ന് ഒക്ടോബർ 7 അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ ചീഫ് സെക്രട്ടറി നേരിൽ കണ്ടു. അവിടെ ഒരു കത്തും കൊടുത്തിട്ടില്ല, ഒരു രാജിയും കൊടുത്തിട്ടില്ല. അപ്പം മാനിയ 7 ദിവസമായ ഒരു പ്രമുഖ പത്രത്തിൽ അദ്ദേഹം ആ പത്രത്തിൻ്റെ കുടുംബാംഗമാണ്. അദ്ദേഹം പറഞ്ഞ കഥകളാണ്. മുഖ്യമന്ത്രി വിളിച്ചു, അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ കഥകളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാജിയും കൊടുത്തില്ല. അപ്പം മാനിയ KM എബ്രഹാമിനെ കൂടെ ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത്. ഞാൻ ഈ മുഖ്യമന്ത്രിക്ക് പരാതി ഈ പറയുന്ന ഒക്ടോബർ 15 ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കൊടുത്തിരുന്നു. പരാതി എബ്രഹാമിന് മാത്രമല്ല, അതും മുഖ്യമന്ത്രി പരിശോധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഈ പരാതിക്കത്ത് അങ്ങ് കണ്ടതാണല്ലോ. അതിൽ പറയുന്നുണ്ട്, ഫൈനലി ഡോക്ടർ ജേക്കബ് തോമസ് DVI വാസ് ഓൾസോ എ മെമ്പർ ഓഫ് ദി സെയിം ഓഫീസേഴ്സ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഹാഡ് ഓൺഡ് എ ഫ്ലാറ്റ് സിമിലർ ടു മൈൻ ഇൻ ദ സെയിം premises. Hence, ordering a search for measuring my residence could have been easily avoided. അതൊരു മര്യാദയാണ്. അതെ, ജോമൻ പറഞ്ഞത് അത് അളവറിയാനും വില അറിയാനുമാണ്. അറിയേണ്ട കാര്യമില്ല. ജേക്കബ് തോമസിന് ഇതിൻ്റെ വില അറിയാം. ജേക്കബ് തോമസ് അതിൻ്റെ ഫ്ലാറ്റിൻ്റെ അളവറിയാം. കാരണം ജേക്കബ് തോമസിന് അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലാറ്റ് വിറ്റു, വേറൊരു ഉദ്യോഗസ്ഥന് വിറ്റു. അത് ജോമോൻ അതിൻ്റെ വില അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വില എനിക്കറിയാം ജോമൻ, ഞാനിന്ന് അന്വേഷിച്ചു. എങ്കിൽ അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ വില എന്തായാലും ഞാൻ പറയുന്നില്ല, വില പറയണ്ട, അതെല്ലാം നേരായ രൂപത്തിൽ നടന്നു അല്ല. അപ്പൊ വേണുവിനും അറിയാം. വേണു അങ്ങ് പറഞ്ഞു, ബാക്കി ഞാൻ പറയാം. ആ വില ജോമോൻ്റെ അറിവിലേക്ക് ഒരു വില പറഞ്ഞു. ആ ഫ്ലാറ്റിന് മേടിച്ച ആൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ചെക്ക് കൊടുത്തു. ചെക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ചെക്കായിട്ടല്ല കാശ് കൈമാറ്റം ചെയ്തിരിക്കുന്നത്, കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതും കൂടെ നമ്മൾ ആലോചിക്കണം. വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുന്നയാൾ ചെക്ക് വഴിയല്ല ആ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. അതാണ് ഞാനിന്ന് സെക്രട്ടറി പോയി വേണം ഇത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അന്തരീക്ഷം വളരെ വളരെ ദയനീയമാണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇത് ചർച്ചയിൽ പറയാം. വളരെ ദയനീയമായ ഭീകരമായ അന്തരീക്ഷമാണ് സെക്രട്ടേറിയറ്റിൽ, ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക്. തന്നെയല്ല, ആ ഒരു അനിശ്ചിതത്വം താഴെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്കും ബ്യൂറോക്രസിയിലാകേക്കും പരന്നു കഴിഞ്ഞു കുറേ ദിവസങ്ങൾ കൊണ്ട്. ഇന്നത്തെ റെയ്ഡ് അല്ലെങ്കിൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ്, രണ്ടാമത് നളിനി നെറ്റോ, അതിനുശേഷം വരുന്ന ആളാണ് KM എബ്രഹാം. നമുക്ക് കേരളത്തിൽ 100-200 IPS ഉദ്യോഗസ്ഥൻ വരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. പക്ഷേ ഈ KM എബ്രഹാമിനെ പോലെ വളരെ പ്രതിഭാശാലിയായ പ്രഗത്ഭനായ ഒരു IAS ഉദ്യോഗസ്ഥനെ കേരളത്തിന് കിട്ടുക വൺസ് ഇൻ എ വൈൽ. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് ഒരു ഉത്തരം പറയാം. അതിനുത്തരം വേണു. കേരളത്തിൽ ഏത് ഭരണകക്ഷി ധനകാര്യ വകുപ്പെടുത്താലും, ഏത് രാഷ്ട്രീയ നേതാവ് ധനകാര്യം എടുത്താലും KM എബ്രഹാമാണ് ധനകാര്യ സെക്രട്ടറി. എത്രയോ വർഷമായി അദ്ദേഹം ഒരു ജൂനിയർ ഓഫീസർ മുതൽ ധനകാര്യ സെക്രട്ടറി ഇരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ പ്രവർത്തനം തന്നെയാണ് കാരണം. അതിന് പറയാൻ യാതൊരു മടിയുമില്ല എനിക്കതിന് ഒരു സെബി അംഗമായിരിക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തികളെ, രാഷ്ട്രീയ ശക്തികളെ നേരിട്ട വ്യക്തിയും കൂടിയാണ് KM എബ്രഹാം. ഒരു സുബ്രതോ റോയി ഉണ്ടല്ലോ, സഹാറ ഗ്രൂപ്പ്, 20,000 കോടിക്കാണ് സെബിയിൽ അദ്ദേഹത്തിൻ്റെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പ്രതിക്കൂട്ടിലായത്. സുബ്രതോ റോയി എത്ര വർഷം ജയിലിൽ കിടന്നു, ഇപ്പം പരോളിലാണ്, സുപ്രീം കോടതിയുടെ പിടിയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും. 20,000-ലേറെ കോടി രൂപയുടെ തട്ടിപ്പ്, അത് കണ്ടുപിടിച്ച ആൾ. അതുപോലെ ഒരാളുടെ പ്രാഗൽഭ്യം തെളിയിക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാകാം പിന്നെ ഇത്തരമൊരു നീക്കം? ജേക്കബ് തോമസ് പലരിടത്തും നടത്തുന്ന നീക്കമുണ്ടല്ലോ.
അത് ഇന്നലെ വരെയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് അന്ന് മഞ്ജുഷായിരുന്നു വേണു ഫോൺ ചോർത്തുന്നതിനെക്കുറിച്ച് എല്ലാവരും കൂടെ എന്നെ CR നീലകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഞാൻ പറഞ്ഞു ഫോൺ ചോർത്തൽ നടക്കുകയില്ല, നടക്കത്തില്ല. കേരളത്തിലെ പോലീസ് ഫോൺ ചോർത്തുന്നില്ല. ശ്രീലേഖ IPS ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഫോൺ ചോർത്തിച്ചു എന്നാണ് പരാതി എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവിടെ ചർച്ച നടത്തിയതാണ്. ഞാൻ ശക്തിയുക്തം വാദിച്ചു, നടക്കുകയില്ല, കേരള പോലീസ് അത് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. പക്ഷേ അത് അന്ന് ഞാൻ രാത്രി അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജേക്കബ് തോമസിനെ വിളിച്ചു രാത്രിയിൽ, എന്തായി കേൾക്കുന്നത്? പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞ മറുപടി പറയുന്നില്ല. ഫോൺ ചോർത്തുന്നു എന്നാണ് എൻ്റെ പരാതി എന്നല്ല അദ്ദേഹം പറഞ്ഞു എന്നോട്. സംശയിക്കുന്നു എന്നാണോ? സംശയിക്കുന്നു പറഞ്ഞില്ല. ഞാനത് പറയുന്നത് മോശമാണ്. ശരി. ശ്രീ PM മനോജും ഇപ്പോൾ ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരാൻ എത്തിയിട്ടുണ്ട്. ശ്രീ PM മനോജ്, പ്രാഥമിക അന്വേഷണമാണ് KM എബ്രഹാമിനെതിരെ നടക്കുന്നത്. KM എബ്രഹാമിനെതിരെ അന്വേഷണം വേണ്ട എന്ന് ആരും പറയുന്നില്ല. പക്ഷെ പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ രീതികളുണ്ട്. ആ രീതിയിൽ നിന്നും ഭിന്നമായി ഒരു അധികാര കേന്ദ്രം മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നോ എന്ന് സംശയിക്കാനുള്ള അവകാശം KM എബ്രഹാമിനുണ്ട്. അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു 3 പേജ് കത്തിപ്പ് നമുക്കും കിട്ടിയിട്ടുണ്ട്. ഈ പരാതിക്ക് ഒരു കാരണക്കാരനായില്ലേ ജേക്കബ് തോമസ്? അതിലും വലിയ ഒരു സത്യം, ഈ പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്, സംശയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹം ആദ്യം പ്രയോഗിക്കേണ്ട അവകാശം, എനിക്ക് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് കൊടുത്തതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം ഒന്നും എനിക്കില്ല. അദ്ദേഹം പൗരൻ, സാധാരണ നിയമബോധമുള്ള പൗരൻ എന്ന നിലയിൽ അദ്ദേഹം പ്രയോഗിക്കേണ്ടിയിരുന്ന അവകാശം അത് നീതിന്യായ കോടതിയെ സമീപിക്കലാണ്. അല്ലെങ്കിൽ നീതി ലഭിക്കാൻ കൃത്യമായി അത് കോടതിയുണ്ട്, വിജിലൻസ് കോടതിയാണ്, ഹൈക്കോടതിയുണ്ട്. ഇപ്പോൾ ജേക്കബ് തോമസ് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടിട്ടല്ലല്ലോ ഈ പരിശോധനയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബർ 7 ശ്രീ ജോമോൻ പുത്തപ്പുരയ്ക്കൽ, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം കൊടുത്ത ഹർജി, അദ്ദേഹം കൊടുത്ത കേസ്, ആ കേസിൽ കൃത്യമായ പ്രാഥമിക അന്വേഷണം വേണമെന്ന് കോടതിക്ക് തോന്നത്തക്ക രീതിയിലുള്ള വസ്തുതകളുണ്ട്. ശ്രീ PM മനോജ്, പ്രശ്നം ഈ നടപടിക്രമങ്ങളിലെ പിഴവെന്നത് ബോധപൂർവം വരുത്തുക എന്ന ഒരു ശീലക്കാരനായി വിജിലൻസ് ഡയറക്ടർ മാറുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഈ വിജിലൻസ് കോടതി ഇപ്പോൾ ചില കേസുകൾ കേൾക്കുന്നുണ്ടല്ലോ. ആ കേസിൽ കഴിഞ്ഞ ദിവസം ജഡ്ജി ബദറുദ്ദീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ വേണം ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്? അദ്ദേഹത്തിന് മുൻപാകെ എത്തി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ജയയുടെ റിപ്പോർട്ട്. എന്താണ് ആ റിപ്പോർട്ട്? ജയ എന്നല്ലേ അവരുടെ പേര്? ജയ. അവരുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള റിപ്പോർട്ടാണ്. അത് ജസ്റ്റിസ് കമാൽ പാഷയുടെ മുന്നിലെത്തിയപ്പോൾ ആ ഭാഗം മുഴുവൻ റദ്ദാക്കി ജസ്റ്റിസ് കമാൽ പാഷ. എന്നു മാത്രവുമല്ല, ഒരു പ്രത്യേകമായ നിർദ്ദേശവും കോടതി കൊടുത്തു, വിജിലൻസ് ഡയറക്ടർ വ്യക്തിവിരോധം തീർക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ നിഷ്പക്ഷമായി വേണം ഇടപെടാൻ. എന്തിനാണ് സാർ ഈ കേരളത്തിലെ ഉന്നത നീതിപീഠം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകേണ്ടത്? വിജിലൻസ് ഡയറക്ടർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം, വ്യക്തിവിരോധം കാട്ടരുത് എന്ന്. എന്തിനാണ് ഇല്ലാത്തൊരധികാരം ഒരു ഉദ്യോഗസ്ഥയെ കൊണ്ട് ഉപയോഗിപ്പിച്ച ഭാഗം റദ്ദാക്കാൻ ഹൈക്കോടതി മുതിർന്നത്? എന്തിനാണ് ജഡ്ജി ബദറുദ്ദീൻ ഇപ്പോൾ വീണ്ടും വിവേകത്തോടെ പ്രവർത്തിക്കുമെന്ന് വിജിലൻസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ഇത് KM എബ്രഹാമിനുള്ള നിർദ്ദേശമല്ല, KM എബ്രഹാമിനുള്ള നിയമവാഴ്ചയിൽ പാലിക്കേണ്ട ക്രമങ്ങളും നടപടികളും പാലിക്കാൻ പറയുന്ന ഉപദേശമല്ല. അത് ഈ സർക്കാരിൻ്റെ വിജിലൻസ് ഡയറക്ടർക്കുള്ള ഉപദേശമാണ് സാർ. വേണു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജേക്കബ് ജോർജോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് പോലെ ഈ KM എബ്രഹാമിൻ്റെ വക്കീലായിട്ട് വന്ന ആളല്ല ഞാൻ. അതുപോലെ തന്നെയാണ് ജേക്കബ് ജോർജ് ജേക്കബ് തോമസിൻ്റെ വക്കീലുമായിട്ട് വന്നതല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസ് ഏത് കാര്യവും ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നിയമങ്ങൾ പാലിച്ച് മര്യാദ പാലിച്ച് മാത്രമേ നടത്തൂ എന്ന അഭിപ്രായവും സ്ഥാപിക്കാനുള്ള കാര്യമൊന്നും എനിക്കില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ തെറ്റായ അധികാര പ്രയോഗമോ നടത്തുന്നുണ്ടെങ്കിൽ അത് നീതിന്യായ പീഠം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അല്ലാതെ അദ്ദേഹം ജനിച്ചത് മുതൽ ഇതുവരെ എല്ലാ കാര്യങ്ങളും നേർവഴിക്കാണ് നടത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല. KM എബ്രഹാം പരാതിപ്പെടേണ്ടത് കോടതിയിലെങ്കിൽ ജേക്കബ് തോമസിനെതിരെയുള്ള പരാതി എവിടെയാണ് പറയേണ്ടത്? കോടതി തന്നെ ജേക്കബ് തോമസിനോട് പറഞ്ഞിരിക്കുകയാണ് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ വേണം പ്രവർത്തിക്കാനെന്ന്. ഇതുപോരെ. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട്
ഈ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടാൻ? അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഭരണ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആളായി നിങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളല്ലേ KM അബ്രഹാം? സംശയമില്ലല്ലോ. അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോടതിയിൽ പറയേണ്ടതാണ്, മുഖ്യമന്ത്രിയോടും പറയേണ്ടതാണ്. ശ്രീ PM മനോജ്, സംശയമില്ല, മുഖ്യമന്ത്രിയോട് പറയേണ്ടതാണ്. ആ അധികാരം തെറ്റായി ഉപയോഗിക്കുന്ന ഒരു പരാതിയുമില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്ത് വേണുവിൻ്റെ